ഞാൻ രാവിലെ ജോലിക്ക് പോകുമ്പം എനിക്ക് ഓപ്പോസിറ്റായിട്ട് സ്കൂൾ വാഹനങ്ങൾ പലതരത്തിലുള്ളത് വരാറുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യണം. കാരണം നമ്മൾ ഒരു അപകടം വന്നിട്ട് നമ്മൾ നെഞ്ചത്തടിച്ച് കരയുകയല്ല, നമ്മൾ എല്ലാവരും തന്നെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട, ജാഗ്രത പുലർത്തേണ്ട ചെറിയ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇപ്പം പലരുടെ മക്കളും ചിലപ്പോൾ സ്കൂൾ ബസ്സിൽ പോകുന്നവരുണ്ടാകും, പ്രൈവറ്റ് വെഹിക്കിൾസിൽ പോകുന്നവരുണ്ടാകും, ചിലപ്പം ചെറിയ വാഹനങ്ങളിൽ പോകുന്നവരൊക്കെ ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചില സ്കൂൾ ബസ് ഓടിക്കുന്ന വ്യക്തികൾ ഭയങ്കര കംഫർട്ടബിൾ, കുഞ്ഞുങ്ങളെ നോക്കി സോഫ്റ്റായിട്ട് ഓടിക്കുന്നവരായിരിക്കും. പക്ഷേ ഞാൻ 1-2 ദിവസമായിട്ട് ഒരു 2 സ്കൂൾ ബസ് നോക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര എങ്ങോട്ടോ മത്സരിച്ചോടി ലോകം പിടിക്കാൻ പോകുന്നത് പോലെ ഇടിച്ചു കുത്തി പോകുന്ന ടൈപ്പ്. പിന്നെ ഓട്ടോറിക്ഷകൾ ഞാൻ ശ്രദ്ധിച്ചു. ചില ഓട്ടോറിക്ഷകളിൽ മക്കളെ കുത്തി നിറച്ചാണ് പോകുന്നത്. അതായത് ആക്ച്വലി ഈ വിടുന്ന പേരൻസ് എന്താ ഇത് ചിന്തിക്കാത്തതെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം എല്ലാവർക്കും നേരിട്ട് കൊണ്ടുവിടാനുള്ള സൗകര്യം ഉണ്ടാവില്ല, സ്കൂൾ ബസ്സിൽ വിടാനുള്ള സൗകര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഓവറായിട്ട് കുത്തി നിറച്ച് പോകുമ്പം അത് സേഫാണോ? ആക്ച്വലി നമ്മൾ പലതരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ നമുക്ക് ഇതിനു മുമ്പും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചൊരു കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി നമ്മളെല്ലാവരും നോക്കേണ്ടതല്ലേ? ചിന്തിക്കൂ, ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പല സ്കൂളുകളും സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർമാരെയൊക്കെ നിശ്ചയിക്കുമ്പം വളരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത്. പേഴ്സണലി ഇപ്പം എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ എനിക്ക് ഭയങ്കര സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കും. കാരണം ഓരോ തവണയും ആ വർഷങ്ങളായിട്ട് അവളുടെ ഒരു ചേട്ടൻ എടുക്കുന്ന ഓരോ സ്റ്റോപ്പിലും കൊണ്ട് നിർത്തുന്നത്, അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്, അവിടെ വണ്ടിയിലുള്ള ഒരു ചേച്ചിമാർ, ഇറ്റ് ഡിപ്പെൻസ്, ഇറ്റ് മാറ്റേഴ്സ്. പക്ഷേ എന്താ പറയുക, ആളുകൾ വ്യത്യാസപ്പെടുമായിരിക്കും, പക്ഷെ അത് നമുക്കാണേലും ഒരു പീസ് ഓഫ് മൈൻഡാണ്. ഞാനിപ്പം എൻ്റെ മോൾ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ എന്ന് ചിലപ്പം ചിലർ കമൻറ്റ് ഇടുമായിരിക്കും. പക്ഷേ സ്കൂളിൻ്റെ തന്നെയല്ല, നമ്മുടെ മക്കളുടെ സുരക്ഷ എന്ന് പറയുന്നത്, അതിപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുന്ന കൊച്ചായാലും സ്കൂൾ വാനിൽ പോകുന്നതായാലും, അതല്ല ഒരു സ്കൂൾ ബസ്സിൽ പോകുന്ന കൊച്ചാണെങ്കിലും, ആ ഓടിക്കുന്ന വ്യക്തി, അയാളുടെ ആരോഗ്യം, അയാളുടെ ശ്രദ്ധ, അയാളുടെ ജാഗ്രത, അത് ശരിക്കും മാറ്റർ ചെയ്യുന്നുണ്ട്. ചില സ്കൂൾ ബസ് ഓടിക്കുന്ന ആളുകൾ ആ ഉത്തരവാദിത്തം മെയിൻറ്റെയിൻ ചെയ്തല്ല ഓടിക്കുന്നതെന്ന് നല്ല വ്യക്തമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ കണ്ടതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇട്ട വീഡിയോയും അല്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ മക്കൾ സ്കൂൾ ബസ്സിലും മറ്റു പ്രൈവറ്റ് വെഹിക്കിൾസിലും പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ച് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. താങ്ക്